തിരുവനന്തപുരം മുതലപ്പുഴ ഹാർബറിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാണ് മത്സ്യത്തൊഴിലാളികൾ. അവിടെ CIT ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിക്കും. ഫിഷറീസ് മന്ത്രി കത്തയക്കാനും സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ വിവരങ്ങളുമായി സലീം മാൽ ചേർന്നു. സലീം, വെൽക്കം ടു കോഴിക്കോട് ബീച്ച്. അപ്പൊ ഈ മുതലപ്പുഴ ഇവരുടെ ആവശ്യം ഇതിന് ഓണെ ഫൈനിന്റെ പൊട്ടി വീണ ആവശ്യമല്ല. ഇവർ വർഷങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമൊക്കെയാണ്. ഇത്തവണയെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാവോ സലീം? ഗുഡ് മോർണിംഗ് SKN ഹാഷ്മി GK. ഞാനിപ്പോൾ നിൽക്കുന്നത് മുതലപ്പുഴയിലാണ്. നിങ്ങൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണെങ്കിൽ ഇവിടെ മുതലപ്പുഴയിൽ ഒരു ബീച്ചിന് സമാനമായ നിലയിൽ മണ്ണടിഞ്ഞുകൂടി ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഇപ്പോൾ ഈ കാഴ്ച കാണാൻ ആളുകൾ എത്തുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും വലിയ മണൽത്തിട്ട്. ഇതൊരു ബീച്ചിന് സമാനമായ നിലയിൽ അങ്ങനെ മണൽ ഇങ്ങനെ ഉയർന്നു പൊങ്ങി നിൽക്കുകയാണ്. പക്ഷെ അത് ഇവിടത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സന്തോഷകരമായ ഒരു അനുഭവമല്ല, സന്തോഷം നൽകുന്ന വാർത്തയുമല്ല. കാരണം ഇത് ഒരു 13 അടിയിലധികം മണൽ പൊങ്ങി ഇവർക്ക് മത്സ്യബന്ധനം പൂർണ്ണമായി നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വലിയ ദുരിതത്തിലാണ് ഇവിടെയുള്ള ആളുകൾ. ഇവിടുത്തെ സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ആഴ്ച വരെയും ഈ ബോട്ടുകൾ ഇറക്കി പോയിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അവരുടെ ഒരു ഗതികേടാണ് ഇപ്പോഴുള്ളത്. സാധാരണ കഴിഞ്ഞ ആഴ്ച വരെയും മത്സ്യബന്ധനത്തിന് പോയി മീൻ പിടിച്ചു കൊണ്ടുവന്നിരുന്നവർ ഇപ്പോൾ ഒരു വലയിട്ട് ഇവിടെ ഒരു ബീച്ചിന് സമീപത്ത് നിന്ന് വലയിടുന്നത് പോലെ വലയിട്ടിരിക്കുകയാണ്. ഈ മീനൊക്കെ ആ വലയിട്ട് കിട്ടിയതാണ്. അതല്ലാതെ ഇവിടേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. മുതലപ്പുഴക്കാരുടെ ദുരിതം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അത് നാളുകളായി അന്നാട്ടുകാർ പറയുന്നതുമാണ്. അത് ഇവിടുത്തെ ഈ ആളുകൾ ഓരോ ദിവസവും ഞാൻ ഈ നിൽക്കുന്ന ഈ മണൽക്കൂന ഈ സ്ഥലത്ത് വെച്ച് തന്നെ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കടലിലേക്ക് പോകുന്ന നിരവധി മനുഷ്യർ, അന്നം തേടി പോകുന്ന നിരവധി മനുഷ്യരെ നഷ്ടപ്പെട്ടിട്ടുള്ള ജനതയാണ്. അവർ പിന്നീടും പറഞ്ഞിട്ടുള്ളതാണ്, ഈ അപകടം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു മണൽത്തിട്ട ഇവിടെ രൂപപ്പെടും, മണൽ ഇങ്ങനെ ഉയർന്നു പൊങ്ങും, അതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം, ഡ്രഡ്ജിങ് എന്ന പേരിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി പോകരുത്, ആത്മാർത്ഥമായ ഡ്രഡ്ജിങ് തന്നെ വേണം എന്നുള്ളതൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡ്രഡ്ജിങ് മെഷീൻ, അതുകൊണ്ട് ഒരേ സമയം ഇവിടെ നിന്നുള്ള മണൽ നീക്കം ചെയ്യുന്നതിനനുസരിച്ച് അതിനേക്കാൾ 4 ഇരട്ടിയിലധികം മണലുകൾ ഇവിടേക്ക് വീണ്ടും വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സമയത്ത് ഈ മണൽ പൂർണ്ണമായും മാറ്റി ഇവിടുത്തെ മത്സ്യബന്ധനം പഴയ തോതിലാക്കാൻ കഴിയുമോ എന്നുള്ളൊരു വലിയ ആശങ്ക ഇവിടത്തുകാർക്ക് ഉണ്ട് താനും. അതുകൊണ്ട് ഇവർ ഈ സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. ഈസ്റ്റർ വരുന്നത് കൊണ്ട് മാത്രം അവർ ക്ഷമിച്ചു നിൽക്കുകയാണ്. അതിനുശേഷം അനിശ്ചിതകാല സമരം എന്ന നിലയിലേക്ക് അവർ മാറുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ ഹാർബർ ഓഫീസ് ഉപരോധമുണ്ട്. ഒപ്പം തന്നെ മന്ത്രി സജി ചെറിയാനെ നേരിൽ കണ്ട് ഇവരുടെ ആവശ്യങ്ങൾ അറിയിക്കുകയും ചെയ്യും. നിലവിൽ കൊല്ലത്തെ വിവിധ ഹാർബറുകളിലേക്ക് ഇവരെ ജോലിക്കായി മാറ്റാമെന്നുള്ള ഒരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ അത് ഇവർ എങ്ങനെ അംഗീകരിക്കും എന്നും അറിയില്ല. വലിയ പ്രതിസന്ധി ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി നിങ്ങൾക്ക് കടലിൽ പോകാൻ കഴിയുന്നില്ല, മറ്റ് ജീവിതമാർഗമൊക്കെ അടഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. എന്താണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ? മുതലപ്പുഴ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം 170ഓളം വള്ളങ്ങളുണ്ട് നിലവിൽ. അതിൽ തന്നെ ഏകദേശം 40, ഒരു വള്ളത്തിൽ 40ഉം 50ഉം തൊഴിലാളികൾ. അപ്പോൾ തന്നെ ഏകദേശം 7500ഓളം തൊഴിലാളികളുണ്ട്. അതുകൂടാതെ നമ്മുടെ ഹാർബറുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, അവിടെ കടലിൽ പോകാതെ അല്ലാതെ ഹാർബറുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാം കൂടെ കൂട്ടി ഒരു 10-15,000ഓളം തൊഴിലാളികളുണ്ട് നിലവിൽ. അപ്പോൾ ഈ നമ്മുടെ മുതലപ്പുഴ ഹാർബർ എന്ന് പറയുമ്പോൾ ഏകദേശം 1998 മദ്രാസ് IIT വന്ന് പഠനം നടത്തി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ എല്ലാം ചെയ്തത്. പക്ഷേ ആ പഠനം ഒരു പരാജയമായിരുന്നു ശരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ സെപ്റ്റംബർ മാസം മുതലാണ് മണ്ണ് അടിഞ്ഞു തുടങ്ങുന്നത് ശരിക്കും. കാരണം ഈ ഒരു ഹാർബറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണെങ്കിലും അവിടെ ഒരു ട്രെജർ ഉണ്ട്. നിലവിൽ ഷിപ്പിലാണ് അടിക്കുന്നത്. അപ്പോൾ ട്രെജർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിലവിലൊരു ട്രെജർ വേണം. അതായത് വർഷത്തിൽ നമ്മൾ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഏകദേശം ജൂൺ ആകുമ്പോൾ തന്നെ മൺസൂൺ ആരംഭിക്കും. ചിലപ്പോൾ പ്രീ മൺസൂൺ ഒരു മെയ് മാസമാണ്. അപ്പോൾ ഈ മെയ് മാസം തൊട്ട് തന്നെ ഈ കടൽ ക്ഷോഭിച്ചു തുടങ്ങും. പക്ഷെ ഇനി എന്താവെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല. കാരണം ഈ പൊഴി ഇപ്പം ഇവിടെ മൂടി കിടക്കുകയാണ് ശരിക്കും. കാരണം ഈ പൊഴി മൂടി കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെള്ളപ്പൊക്കം ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം നമ്മുടെ വാമനപുരം നദി ഏകദേശം 88 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ആ നദി ശരിക്കും വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കിഴക്കൊക്കെ മഴ വിതിരയിലാണ് ഇത് അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്.